എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. 7-ാം പ്രതി ചാർലിയും 8-ാം പ്രതി ദിലീപും ഈ കേസിൽ കുറ്റവിമുക്തനായി. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഒന്നും നടക്കില്ല. അടുത്ത ആളെ വിളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം പ്രതി അല്ലെങ്കിൽ മെമ്മറി കാർഡ് ചോർന്ന വിഷയത്തിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കി ചേർത്തിട്ടില്ല, എന്നിട്ട് പോലും അദ്ദേഹം ആ കേസിൽ ഇടപെടുന്നു. പുനരന്വേഷണം വേണ്ട എന്ന് പറയുന്നു. ഇത് ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ഇങ്ങനെ ഓരോ വിഷയത്തിലും എന്റെ അച്ഛൻ പത്തായത്തിനകത്തില്ല എന്ന് പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നടപടികളെല്ലാം തന്നെ. വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ, ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ആ സംഭവം നടന്ന റോഡിൽ കൂടി ഇദ്ദേഹം ആ ഇൻസിഡന്റ് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഷൂട്ട് ചെയ്തു. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? കോടതി മൊബൈൽ ചോദിച്ചപ്പോ മൊബൈൽ കൊടുക്കില്ല, ഞാൻ ബോംബെയിൽ അയച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇതൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? ഒന്ന് ആലോചിച്ചു. ഞാൻ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്താണ്. പക്ഷെ അപ്പോഴത്തേക്കും നേരത്താണോ എനിക്ക് ചെയ്യാൻ? അദ്ദേഹം തന്നെ ഓരോ ക്ലൂ ഇങ്ങോട്ട് ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായി. കോടികൾ മുടക്കിയാണ് അയാൾ ഈ കേസ് നടത്തിയത്. എന്തിനാണ് കോടികൾ മുടക്കുന്നത്? ഈ കോടതി പിന്നെ എല്ലാവരും കോടികൾ മുടക്കിയാണ് ഇവിടെ കേസ് നടത്തുന്നത്. ഈ കോടികൾ മുടക്കുന്നത് എന്തിനു വേണ്ടിയായി? എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. അതെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഇയാളെ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തുന്നത്. ഈ വാദിച്ച വാദങ്ങളിൽ ഏതെല്ലാം തെളിവുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങളിലേക്ക് 1462 പിന്നെ രേഖകളിൽ ആ ഡിജിറ്റൽ തെളിവുകൾ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇത്രയും സാക്ഷികൾ, ഈ ഹോസ്റ്റലായ സാക്ഷികൾ പോട്ടെ, ഹോസ്റ്റലായത് കാവ്യമാധവനും കാവ്യമാധവന്റെ അച്ഛനും അമ്മയും അതേപോലെ പിന്നെ മുകേഷും പിന്നെ ഇടവേള ബാബുവും സിദ്ദിഖും നടി ബാമയും ബിന്ദു പണിക്കരും ഒക്കെ ആയിരുന്നു. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. ഇവരൊക്കെ ആരായിരുന്നു, ഇവരൊക്കെ എന്തിനാണ് ഇവരെ കൂടെ കൂടിയിരിക്കുന്നു ഒക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ കൊടുത്ത മൊത്തം മൊഴി മുഴുവൻ അവിടെ ഉണ്ടല്ലോ. സാഗർ എന്ന് പറയുന്ന ആളിനെ കൊടുത്തിട്ട് 7 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് 50,000 രൂപ കൊടുത്ത് പറ്റിച്ചപ്പോഴാണ് ഈ വെളി വന്നത് ഈ സംഗതി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അങ്ങനെ ആലപ്പുഴ പോയി റൂം എടുത്തതും ആലപ്പുഴ പോയിട്ട് ഇയാളുമായിട്ട് പിന്നെ ചാറ്റ് ചെയ്തതും ഒക്കെ പോലീസിന്റെ കിട്ടിയിട്ടില്ലേ? പിന്നെ എന്താണ് ഇനി കിട്ടാനുള്ളത്? എന്താണ് ഞാൻ അതാണ് അറിയുന്നത്. ഒരു കോൺസ്പെറസി തെളിയിക്കാൻ വിനു ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണം? ശ്രീമതി ഭാഗ്യലക്ഷ്മി ചോദിച്ച പോലെ ഇത്രയും കാര്യങ്ങളെല്ലാം പൊതുജന മധ്യത്തിൽ കിടക്കുമ്പോൾ, ഇത്രയും തെളിവുകൾ ചാനലുകളിലൂടെ, ഈ ജീവിക്കുന്ന തെളിവുകൾ, എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ഈ ദിലീപിന്റെ ശബ്ദം മുഴുവൻ പിന്നെ കൂടെ വർഷങ്ങളോളം താമസിച്ച മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് കോടതിയിൽ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് കേൾക്കാൻ വയ്യ. അത് 20 ടൈംസ് ഇംപ്രൂവ് ചെയ്തിട്ട് ദിലീപിന്റെ വീട്ടിലിട്ട് കണ്ടു. അതിൽ ഇന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ബാലേന്ദ്രകുമാർ വളരെ വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടില്ലേ? എല്ലാവരും പറഞ്ഞു ബാലേന്ദ്രകുമാർ സിനിമ കൊടുക്കാത്ത എന്റെ അസൂയാണെന്ന് പറഞ്ഞു. അല്ല, ബാലേന്ദ്രകുമാറിനെയും കുടുംബത്തെയും തീർക്കുമെന്ന് ബാലേന്ദ്രകുമാറിന് ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ട്. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. വേറെ കഴിച്ചു കിട്ടെ, ഈ ഹൈക്കോടതി എത്ര പ്രാവശ്യം ദിലീപിന്റെ ഫോൺ ചോദിച്ചു? കൊടുത്തോ? 4 ഫോണുകൾ ഉണ്ടായത്. ആ 4 ഫോണുകളിലെ പിന്നെ വിവരങ്ങൾ മുഴുവൻ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എവിടാ? എറണാകുളത്തെ ഹയാത്ത് റീജൻസിയിലും അതേ സമയം തന്നെ ഒരു മുറി പിന്നെ പനമ്പള്ളി നഗറിലെ റീജൻസി ഹോട്ടലിലും എടുത്തു. എന്തിന്? തെറ്റിദ്ധരിപ്പിക്കാൻ. വൃത്തികെട്ട ഏർപ്പാട്. എന്നിട്ട് പ്രതിഭാഗം വക്കീലും ദിലീപും സായി ശങ്കർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരും കൂടി അവിടെ ഇരുന്ന് അത് മൊത്തം ഡിലേറ്റ് ചെയ്തു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഡിലേറ്റ് ചെയ്തിട്ട് ആ ചണ്ടിയായ ഫോൺ 3 ഫോണുകൾ കൊണ്ട് തിരിച്ചു കൊടുത്തു കോടതിയിൽ. ഒരു ഫോൺ ഇപ്പോഴും കൊടുത്തിട്ടില്ല. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്നിട്ട് ബാക്കി വിവരങ്ങളൊക്കെ ചോർന്നത് ബോംബെയിൽ നിന്നാണ്. ഇനിയും പുറത്തു വരാത്ത 1-2 തെളിവുകളുണ്ട് വിനു. നീതിന്യായ വ്യവസ്ഥയുടെ മാന്യത ഓർത്തു മാത്രം അത് പുറത്തു പറയുന്നില്ലെന്ന്. അത് പുറത്തു വരും, ഉറപ്പായിട്ടും അത് പുറത്തു വരും. അത് പുറത്തു വന്നാൽ വിനു, ഞാനിപ്പോ ഈ പറയുന്നത് പോലെയല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചിലപ്പോ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, കാരണം വികാരം കൊണ്ട് ചിലപ്പോൾ പലതും പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഒന്നും വേണ്ട, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന പോലീസ് അവിടെ നിന്ന് അന്വേഷിച്ചു നോക്കണം. ബോംബെയിൽ നിന്ന് കിട്ടിയ ഫോണിനകത്ത് എത്ര നടിമാരുടെ ഇതേപോലത്തുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു, ഭീഷണി വീഡിയോസ് ഉണ്ടായിരുന്നു എന്നൊന്ന് അന്വേഷിച്ചു നോക്കുമ്പോ വളരെ വ്യക്തമായിട്ട് ആ പോലീസുകാർ പറയും.
ഇല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കട്ടെ, അവര് തന്നെ പറഞ്ഞോളൂ, പുറത്ത് പറഞ്ഞോളൂ. ഏറ്റവും നല്ല അതാണ്. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തു. ഞങ്ങൾക്ക് ആർക്കും ദിലീപിനോട് ഒരു വൈരാഗ്യമില്ല. അയാൾ ചെയ്ത പ്രവൃത്തിയോടുള്ള വിയോജിപ്പ് മാത്രമേ. രാമൻകുട്ടി തളരരുത്. അയാൾ ആ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്, അത്രയും തെളിവുകൾ കൺമുന്നിൽ കിടക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ വെറും സജീവൻ ചേട്ടൊക്കെ പറയുന്നത് വെറും ഹിയർസേ അല്ല, ഈ തെളിവുകൾ മുഴുവൻ കേട്ടതും കണ്ടതുമാണ്. അവൻ പറഞ്ഞ നേരാ. മഞ്ജു വാര്യർ അന്ന് പറഞ്ഞ ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയത്. അത് കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞില്ല, മറ്റൊരു വക്കീൽ പറയുന്നു ദിലീപ് മഞ്ജു വാര്യർ മാത്രമല്ല ഇനി ഒരാളും കൂടെ ഉണ്ട്. അതാരാണ്? ADGP സന്ധ്യ. അത് കഴിഞ്ഞു വൈകുന്നേരം സജീവൻ ചേട്ടൻ എന്ന് പറയുന്നവൻ പറയുന്നു അവർ രണ്ടുപേരും മാത്രമല്ല ഒരാളൂടെ ഉണ്ട്. അതാരാ? അത് സംവിധായകൻ ശ്രീകുമാർ മേനോൻ. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. അപ്പൊ ഇവര് ഓരോരുത്തരെ കോർത്തിണക്കി ഇനി ഒരു പുതിയ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയാണ്, തിരക്കഥ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ്. കുറെ തിരക്കഥാകൃത്തുക്കൾക്ക് എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കും തിരക്കഥ ഇങ്ങനെ ഉണ്ടാക്കാം. പുതിയ കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പാവാട ചേട്ടൻ പാവാട, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ദിലീപ് മലയാള സിനിമയില് ഒരു അവിഭാജ്യ ഘടകമായിരുന്ന ഒരു സമയമായിരുന്നു. സിനിമ മൊത്തം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നടനാണ്, തിയേറ്ററിന്റെ ഓണറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, അങ്ങനെ എല്ലാ നിലകളിലും ഈ സിനിമ അടക്കി വാണുകൊണ്ടിരുന്നു. ദിലീപ് 2020 എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചു. ആ സിനിമയുടെ നിർമ്മാണം കഴിഞ്ഞതോടുകൂടിയാണ് ദിലീപിന് ഒരു അപ്രമാദിത്യം മലയാള സിനിമയിലേക്ക് ഉള്ളതോന്നോ അവൻ പിന്നെ കള്ളം പറയൂ. അപ്പോഴേക്കും എല്ലാ ആൾക്കാരും സിനിമയുടെ ഒരു പോക്ക് അങ്ങനെയാണ്, പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ഒക്കെ ഒരു പോക്ക് അങ്ങനെയാണ്. ഒരു ഹിറ്റ് ആരെങ്കിലും കൊടുത്താൽ അയാളുടെ പുറകെ കുറെ കെങ്കിരന്മാരിങ്ങനെ പുറകെ എപ്പോഴും 24 മണിക്കൂർ ഉണ്ടാകും. മലയാള സിനിമയിലെ എല്ലാ ഗ്രൂപ്പുകളും അവരുടെ പുറകിലുണ്ടാകും, സംഘടനകൾ അവരുടെ പുറകിലുണ്ടാകും. ശരിയായ പണിയല്ല. അവർ പറയുന്ന വേദവാക്യം എന്നുള്ള നിലയിൽ കൊണ്ടു നടക്കാനായിട്ട് കുറേയധികം ആളുകൾ ഇവരുടെ പിന്നാമ്പുറത്തുകൂടി ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നത് പതിവാണ്. അത് സിനിമയുടെ ഒരു രീതിയാണ്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഒതുക്കേണ്ടവരെ ഒതുക്കുന്ന ഒരാളായിരുന്നു ദിലീപ്. തിലകനെ പോലും ഒതുക്കിയത് ഇയാളല്ല. തിലകൻ പോലും പറഞ്ഞിട്ടുണ്ട് ആൾ ഈ കുറുകിയവരെ വിശ്വസിക്കരുത്, അവനാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം എന്ന് തുറന്നു പറഞ്ഞ എത്രയോ ഇന്റർവ്യൂസ് കാണണം. എന്താ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ അതിനുശേഷമാണ് ഓരോരോ സംഗതികൾ ഇങ്ങനെ പുറത്തു വരുന്നതും ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകും. ജയിലിൽ കിടന്ന സമയത്ത് എങ്ങനെയാണ് ജയിലിൽ പോയത്? AV ജോർജ് എന്ന് പറയുന്ന SP ഇത് അന്വേഷിച്ച സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ടാണല്ലോ പിന്നെ ഹൈക്കോടതി വെറുതെയാണോ 86 ദിവസം ഇയാളെ അകത്ത്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ആ സമയത്താണ് ബാലേന്ദ്രകുമാർ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒന്ന് കാണണം, എറണാകുളത്തുണ്ടെങ്കിൽ ഞാനൊന്ന് വരാം. അങ്ങനെ ബാലേന്ദ്രകുമാറാണ് ആദ്യം എൻ്റെ ഒരു 16ഓളം വോയിസ് ക്ലിപ്പുകൾ എന്നെ കേൾപ്പിക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകളാണ് പിന്നീട് ചാനലുകളിൽ മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. ആ വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റി. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, നമുക്ക് സ്വാധീനിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പ് തൃശ്ശൂരെ ഒരു BJPയുടെ നേതാവ് ഉല്ലാസ് എന്ന് പറയുന്ന ഒരാൾ ഈ ദിലീപിന്റെ അനുജന് അയച്ചു കൊടുത്തതാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? ആ വോയിസ് ക്ലിപ്പിൽ അങ്ങനെ ഉദ്ദേശമൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. അതുപോലെ തന്നെ അടച്ചിട്ട മുറിയിൽ വിചാരണ നടക്കുന്നു. പക്ഷേ ഈ മെമ്മറി കാർഡ് 3 കോടതികളിൽ നിന്നും ജീവനക്കാരന്റെ വീട്ടിലും തോന്നുന്നവനൊക്കെ എടുത്തോണ്ട് പോവുക. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം നിരസിക്കുക. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ജയിലിൽ കിടക്കുന്ന പ്രതി അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി പ്രതിയായിട്ട് നിൽക്കുന്ന ദിലീപ് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഇതിനെക്കുറിച്ച് അന്വേഷണം പാടില്ല. ഇയാൾ ആരാണ് പറയാ അന്വേഷണം പാടില്ല എന്ന് പറയാം? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.